ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അടുക്കളയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് സിങ്ക്. എത്ര വൃത്തിയാക്കിയാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉപ്പുവെള്ളത്തിൻ്റെ പാടുകളും മഞ്ഞക്കറയും വന്ന് സിങ്കിൻ്റെ ആ തിളക്കം നഷ്ടപ്പെടാറുണ്ട്. സിങ്ക് മാത്രമല്ല, അതിലൂടെ ഉപയോഗിക്കുന്ന പൈപ്പിലെയും ടാപ്പിലെയും ഉപ്പുവെള്ളത്തിലെ പാടുകൾ പോകാൻ പാടാണ്. ഇന്ന് ഞാൻ കാണിച്ചു തരുന്ന ഈ ഒരു വിദ്യ ചെയ്താൽ സിങ്ക് മാത്രമല്ല, നിങ്ങളുടെ പൈപ്പും കണ്ണാടി പോലെ തിളങ്ങും. ഇന്ന് ഞാൻ നിങ്ങൾക്ക് 2 അടിപൊളി ടിപ്സ് കാണിച്ചു തരാം. ഇതിൽ ഏതാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്നത് നമുക്ക് ലൈവായിട്ടൊന്ന് നോക്കാം. വീഡിയോ മുഴുവനായി കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പിനായി വേണ്ടത് ടൂത്ത് ബ്രഷും ടൂത്ത് പേസ്റ്റുമാണ്. ടൂത്ത് പേസ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ കോൾഗേറ്റിൻ്റെ വൈറ്റ് കളർ വരുന്ന പേസ്റ്റാണ് വേണ്ടത് കേട്ടോ. ഇനി വേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരി നമ്മളൊരു പാത്രത്തിലേക്ക് ഒഴിക്കുവാണ് കേട്ടോ. അടുക്കളയിലെ ബാക്ടീരിയകളും അണുക്കളും വളരാൻ ഏറ്റവും സാധ്യതയുള്ള സ്ഥലമാണ് സിങ്ക്. വിനാഗിരി ഉപയോഗിക്കുമ്പോൾ അത് കറകൾ കളയുക മാത്രമല്ല, അണുക്കൾ നശിക്കുകയും ചെയ്യും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് അല്പം ബേക്കിംഗ് സോഡ വിതറാം. വിനാഗിരിയുടെ മുകളിലേക്ക് ബേക്കിംഗ് സോഡ വിതറിയപ്പോൾ പതഞ്ഞു വരുന്നത് കണ്ടോ? ഇതാണ് കറകളെ ഇളക്കി കളയാൻ സഹായിക്കുന്നത്. ഇനി ഇതിൽ ഞാൻ നേരത്തെ എടുത്തു വെച്ച ബ്രഷ് ഇതിലോട്ട് മുക്കിയെടുക്കുക. എന്നിട്ട് സിങ്കിലോട്ടൊന്ന് നന്നായി തേച്ച് കൊടുക്കുക. പലർക്കും അത്ഭുതം തോന്നും, എന്തിനാണ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിക്കുന്നതെന്ന്. പേസ്റ്റിൽ അടങ്ങിയിരിക്കുന്ന ചില ഘടകങ്ങൾ സ്റ്റീലിനെ പോളിഷിംഗ് എഫക്റ്റ് നൽകാൻ വളരെ നല്ലതാണ്. ഇത് കറകളെ ഇളക്കി മാറ്റുക മാത്രമല്ല, നല്ലൊരു തിളക്കവും കൂടി നൽകും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, സിങ്ക് അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയായി വരുന്നുണ്ട്. ആ മഞ്ഞ കറകളെല്ലാം ഇളകി വരുന്നുണ്ട് കേട്ടോ. പലരും ചോദിക്കാറുണ്ട്, ഇതെല്ലാ സ്റ്റീൽ സിങ്കിലും ഉപയോഗിക്കാമോ എന്ന്. തീർച്ചയായും ഉപയോഗിക്കാം. സ്റ്റീൽ സിങ്കിന് ടാപ്പുകൾക്കും ഇത് 100% സേഫാണ് കേട്ടോ. നമ്മൾ എത്ര വില കൂടിയ സിങ്ക് വാങ്ങിയാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൻ്റെ ആ തിളക്കം പോകാറുണ്ട്. ഇതിൻ്റെ പ്രധാന കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളത്തിലെ ക്ലോറിനും ഉപ്പുമാണ്. ഓരോ തവണ പാത്രം കഴുകി കഴിയുമ്പോൾ സിങ്കിൽ വെള്ളം തങ്ങി നിൽക്കുന്നത് കൊണ്ടാണ് ഈ വെളുത്ത പാടുകൾ വരുന്നത്. അതുകൊണ്ട് സിങ്ക് കഴുകി കഴിഞ്ഞാൽ ഒരു ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ചിടുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു സൈഡിൽ വെച്ച് മാത്രം ഒന്ന് തേച്ച് കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഇതിലോട്ടൊന്ന് വെള്ളം ഒഴിക്കുവാണ് കേട്ടോ. വെള്ളം ഒഴിക്കുമ്പം ഈ സൈഡിൽ വൃത്തിയായതും ആ സൈഡിൽ ഞാൻ തേച്ച് കൊടുത്തിട്ടില്ല, രണ്ടിൻ്റെയും വ്യത്യാസം നിങ്ങൾക്ക് കാണാൻ കഴിയും. വെള്ളം ഒഴിക്കുമ്പോൾ കണ്ടോ, ആ കറുത്ത പാടുകളെല്ലാം ഇളകി പോകുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും, സിങ്ക് അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തിയായിട്ടുണ്ട്. ആ മഞ്ഞക്കറകളെല്ലാം പോയിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തത്, ഇത് പൈപ്പിലാണ് തേച്ച് കൊടുക്കേണ്ടത്. സിങ്ക് കഴുകുന്നതിനേക്കാൾ പാടാണ് ഈ ടാപ്പുകളുടെ ഇടയിലെ കറകൾ കളയാൻ. നമ്മുടെ കയ്യിലുള്ള പഴയ ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ ടാപ്പിൻ്റെ ആ ജോയിൻറ്റുകളിലും സ്ക്രൂവിലൊക്കെ ഈ പേസ്റ്റ് നന്നായി തേച്ച് പിടിപ്പിക്കാം. ഇതിലുള്ള വെള്ളപ്പാടുകൾ മാറാൻ ഈ പേസ്റ്റ് സഹായിക്കും കേട്ടോ. അപ്പോൾ നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിക്കാം. എൻ്റെ ഈ പൈപ്പിൽ അത്യാവശ്യം തുരുമ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. അതിന് മാറാൻ വേറെ വഴിയൊന്നുമില്ല. ഇതിപ്പോൾ നമ്മൾ പൈപ്പ് നല്ല രീതിയിൽ കണ്ണാടി പോലെ തിളങ്ങാനും നല്ല വൃത്തിയായിരിക്കാനും മാത്രമേ ഇത് സഹായിക്കുകയുള്ളൂ കേട്ടോ. നമ്മുടെ നാട്ടിലെ വെള്ളത്തിൻ്റെ ഉപ്പിൻ്റെ അംശം കൂടുതലാണെങ്കിലും ടാപ്പുകളിൽ വെളുത്ത പാടുകൾ വീഴാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെയുള്ളവർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ വിദ്യ ചെയ്താൽ പൈപ്പുകൾക്ക് കേടുവരില്ല കേട്ടോ. ഇനി നമുക്ക് പൈപ്പ് ഒന്ന് കഴുകിയെടുക്കാം. അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട്, തിളക്കവും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഫൈനൽ ലുക്കാണ് കേട്ടോ. അത്യാവശ്യം മിനുങ്ങിയിട്ടുണ്ട് പൈപ്പ്. അതേപോലെ തന്നെ സിങ്കും അത്യാവശ്യം മിനുങ്ങിയിട്ടുണ്ട്. ഞാൻ സിങ്ക് നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ ടിപ്പ് പരീക്ഷിക്കാം. ഇതിനായി നമുക്ക് വേണ്ടത് വെറും ഒരു നാരങ്ങയും കുറച്ച് ഉപ്പും മാത്രമാണ്. കല്ലുപ്പുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. എൻ്റെ കയ്യിൽ സാധാ ഉപ്പേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. സത്യം പറഞ്ഞാൽ ആദ്യത്തെ ടിപ്പിനേക്കാൾ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്, കൂടുതൽ തിളക്കം തന്നതും ഇതാണ് കേട്ടോ. ഇത് നമ്മളിതാ ഇങ്ങനെ തേച്ച് പിടിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട്, നല്ല രീതിയിൽ അഴുക്ക് പോകുന്നുണ്ട്. നേരത്തെ അത്ര അഴുക്ക് പോയിട്ടില്ല, പക്ഷേ ഇത് തേക്കുമ്പോൾ നല്ല രീതിയിൽ ആ ഒരു തിളക്കം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിലൊന്ന് ഉരച്ചു കൊടുക്കും. നാരങ്ങയിലെ ആസിഡും ഉപ്പും ചേരുമ്പോൾ സ്റ്റീലിനൊരു പ്രത്യേക തിളക്കം ലഭിക്കും.
നമ്മളിവിടെ ഉപ്പ് ചേർക്കുന്നത് ഒരു നാച്ചുറൽ സ്ക്രബ്ബറായിട്ടാണ് കേട്ടോ. നാരങ്ങ നീര് കറകളെ ലയിപ്പിക്കുമ്പോൾ ഉപ്പ് ആ കറകളെ ഉരച്ചു മാറ്റാൻ സഹായിക്കുന്നു. കല്ലുപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ റിസൾട്ട് കുറച്ചുകൂടി നന്നായിരിക്കും. ഇത് ഉപയോഗിച്ച് സിങ്കിൻ്റെ ബാക്കി ഭാഗത്തും പൈപ്പിലും നന്നായി ഒന്ന് സ്ക്രബ് ചെയ്യുക. അപ്പോൾ അതാ നോക്കിയാൽ നമ്മൾ കഴുകി കളയുന്നുണ്ട്. നല്ല കണ്ണാടി പോലെ തിളങ്ങുന്നില്ലേ? പേസ്റ്റ് ഉപയോഗിച്ചതിനേക്കാൾ ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്നത് ഈ നാരങ്ങ വിദ്യ തന്നെയാണ്. സിങ്കിന് പുതിയ വാങ്ങിയ ആ ഒരു ഫീല് കിട്ടുന്നുണ്ട്. കൂടാതെ നാരങ്ങ ഉപയോഗിച്ചതുകൊണ്ട് അടുക്കളയിൽ നല്ലൊരു സുഗന്ധവും വരുന്നുണ്ട്. ഇതിൽ മറ്റൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ മുട്ടയോ മീനോ ഒക്കെ കഴുകി കഴിഞ്ഞ് സിങ്കിൽ ഉണ്ടാകുന്ന ആ ഒരു ബാഡ് സ്മെല്ല് മാറാൻ നാരങ്ങ സഹായിക്കും. നിങ്ങളുടെ കിച്ചണിൽ നല്ലൊരു നാരങ്ങയുടെ ഫ്രഷ് മണം വരുന്നത് നിങ്ങൾക്ക് തന്നെ അനുഭവപ്പെടും കേട്ടോ. അപ്പോൾ ഇതാ പൈപ്പെല്ലാം നല്ല രീതിയിൽ തിളങ്ങിയിട്ടുണ്ട്. നേരത്തേക്കാൾ എനിക്ക് നല്ല ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്. ഇനി നമുക്ക് ഈ നാരങ്ങ വിദ്യ എൻ്റെ മറ്റൊരു വാഷ് ബേസിൽ കൂടി പരീക്ഷിച്ച് നോക്കാം. ഇത് കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിൽ വെള്ളപ്പാടുകളും മഞ്ഞക്കറയും പിടിച്ചിട്ടുണ്ട്. സിങ്കിനെ അപേക്ഷിച്ച് വാഷ് ബേസിനിൽ പൈപ്പുകൾ നമ്മൾ മുഖം കഴുകാനും മറ്റു സ്ഥിരമായി ഉപയോഗിക്കുന്നത് കൊണ്ട് സോപ്പിൻ്റെ കറയും ഇതിൽ കൂടുതലായി ഉണ്ടാകും കേട്ടോ. ഇവിടെ ഞാൻ ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞ അതേ നാരങ്ങയും കുറച്ച് ഉപ്പും തന്നെയാണ്. വാഷ് ബേസിൽ പൈപ്പുകളിൽ പലപ്പോഴും ക്രോം ഫിനിഷ് ആയിരിക്കും ഉണ്ടാവുക. ഇതിൻ്റെ ആ തിളക്കം വീണ്ടെടുക്കാൻ ഈ നാരങ്ങ നീര് അത്ഭുതകരമായി പ്രവർത്തിക്കും. പലപ്പോഴും വാഷ് ബേസിൻ പൈപ്പുകൾ മങ്ങിയിട്ടായിരിക്കും ഇരിക്കുക. നാരങ്ങ കൊണ്ട് ഉരസി കഴിയുമ്പോൾ ഇതിൻ്റെ ആ മങ്ങൽ മാറി നല്ല പുതിയ പൈപ്പ് പോലെ തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പൈപ്പ് മാത്രമല്ല, വാഷ് ബേസിലെ ആ സ്റ്റീൽ ജാലിയും ഇതുപോലെ തന്നെ വൃത്തിയാക്കാം. നമ്മൾ ഫുഡ് കഴിച്ചിട്ട് കൈ കഴുകാൻ ഉപയോഗിക്കുന്ന വാഷ് ബേസും കൂടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നല്ല രീതിയിൽ ഇതിൽ കറകളുണ്ട്. അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കാം. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം. കണ്ടോ, ഇതിലെ വ്യത്യാസം കണ്ടോ? ആ കറകളൊക്കെ ഇളകി വരുന്നുണ്ട്. പൈപ്പിലെ കറകളെല്ലാം പോയി നല്ല മിനുസമുള്ള പുതിയ പൈപ്പ് പോലെ തോന്നിക്കുന്നില്ലേ? പേസ്റ്റ് ഉപയോഗിച്ചതിനേക്കാൾ സ്റ്റീലിനൊരു പ്രത്യേക വെളിച്ചം വരുന്നത് ഈ നാരങ്ങയും ഉപ്പ് ഉപയോഗിക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ ഇതോ ഫൈനൽ ലുക്കാണ്. നമ്മൾ നേരത്തെ കണ്ടതുപോലെയല്ല, നല്ല രീതിയിൽ വൃത്തിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ നോക്കൂ, 2 ടിപ്പും നല്ലതാണ്. പക്ഷേ ഈ നാരങ്ങയും ഉപ്പും ഉപയോഗിച്ച ഭാഗം നോക്കൂ, നല്ല കണ്ണാടി പോലെ തിളങ്ങുന്നില്ലേ? പേസ്റ്റ് ഉപയോഗിച്ചതിനേക്കാൾ ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്നത് നാരങ്ങ വിദ്യ തന്നെയാണ് കേട്ടോ. അത് ഞാൻ വീണ്ടും പറയുവാണ്. അപ്പോൾ ഈ 2 രീതിയും നിങ്ങളുടെ വീട്ടിലൊന്ന് പരീക്ഷിച്ച് നോക്കൂ. നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള ഉപകാരപ്രദമായ ടിപ്സിനായി ഞാൻ വീണ്ടും വരാം. അപ്പോൾ അതുവരെ ബായ്.